ലൈഫ് ഈസ് ഫ്രം ഡേ ടു ഡേ. ഓരോ ദിവസത്തിൽ നിന്ന് ദിവസത്തിലേക്കാണ് ജീവിതം. നാം ആ ജീവിതത്തിൻ്റെ നടപ്പ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി വരും. ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഡേ ടു ഡേ, ഇറ്റ് ഈസ് ഫ്രം അവർ ടു അവർ. മണിക്കൂറിൽ നിന്ന് മണിക്കൂറിലേക്കാണ്. നാം പിന്നെയും ജീവിതത്തിൽ മുമ്പോട്ട് പഠിച്ചു വരുമ്പോൾ നാം മനസ്സിലാകുന്ന കാര്യം, എവറി മിനിറ്റ് മാറ്റേഴ്സ്, എവറി സെക്കൻഡ്സ് മാറ്റേഴ്സ്, എവറി സ്റ്റെപ്പ് മാറ്റേഴ്സ്, എവറി വേർഡ് മാറ്റേഴ്സ്, എവറി തോട്ട് മാറ്റേഴ്സ്. എല്ലാം ഒരു ദിവസത്തെ മണിക്കൂറെന്നല്ല, മിനിറ്റുകളെന്നല്ല, സെക്കൻഡുകളെന്നല്ല, ഓരോ മനോഭാവവും, ഓരോ കാൽച്ചുവടുകളും, ഓരോ ചിന്തകളും എല്ലാം അർത്ഥവത്താണ്. ക്രിസ്ത്യ ജീവിതത്തെ നാം ആ നിലയിൽ കാണുന്നില്ലെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ, നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ ചലനമില്ല, പുരോഗതിയില്ല, വെളിച്ചമില്ല, വ്യക്തതയില്ല, ദിശയില്ല. നമുക്ക് ആണ്ടർതി യോഗങ്ങളും പ്രത്യേക ഉണർവ് യോഗങ്ങളും പ്രത്യേക സന്ദർഭങ്ങളും നമ്മുടെ ആത്മജീവിതത്തെ പ്രചോദിപ്പിക്കുവാനുള്ള സന്ദർഭങ്ങളും ആവശ്യമായി വരും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. എവ്രി സിംഗിൾ ഡേ ഞാൻ കർത്താവിനോട് പറയുന്ന കാര്യം, ലോർഡ് താങ്ക് യു ഫോർ ദിസ് ഡേ. ഈ ദിവസത്തിന് നന്ദി. ഗിവ് മി എ ഹോൾസം ഡേ. പൂർണ്ണതയുള്ളൊരു ദിവസം എനിക്ക് തരണമേ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നഷ്ടം വരാത്ത ദിവസം, സമയനഷ്ടങ്ങൾ, അവസര നഷ്ടങ്ങൾ, വെറുതെ സമയം പാഴാക്കുന്ന കാര്യങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നഷ്ടബോധമുണ്ടാകാത്തത്, ആവശ്യമില്ലാത്ത സമയങ്ങൾ സംസാരിച്ച് കളയുന്നു, വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചും ശ്രദ്ധിച്ചും കളയുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ച, ചിന്ത, ശ്രദ്ധ, ഇവയൊക്കെയും ചേർന്നാണ് ഓരോ ദിവസവും പോകേണ്ടത്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം, there was evening and the dawn, the second day. സന്ധ്യയായി ഉഷസ്സായി രണ്ടാം ദിവസം. You cannot disassociate your life, your progress from everyday living and walk. ഓരോ ദിവസത്തെ ജീവിതത്തിൽ നടപ്പിൽ നിന്നും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ വേർതിരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഒരു പ്രയാണം, ആ പ്രയാണത്തിനാണ് ബ്യൂട്ടി ഉള്ളത്. നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണ്, ഒരു പൂവിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. താഴെ അതിൻ്റെ തണ്ടിൻ്റെ ഒരു വര വരച്ചു, ഏറ്റവും മേളിൽ മറ്റൊരു വര, ഏറ്റവും മുകളിൽ ആ പൂവിൻ്റെ ഒരു ഇതളിൻ്റെ ഒരു വര ഏറ്റവും മേളിലും വരച്ചു. പിന്നെ ഇടയ്ക്ക് വേറെടുത്തൊരു വര വരച്ചു. നാം പൂ വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിലും കാഴ്ചക്കാർക്ക് പൂ കാണാൻ കഴിയുന്നില്ല. ദീസ് ആർ അൺറിലേറ്റഡ് ഡോട്ട്സ് ആൻഡ് ലൈൻസ്. ബന്ധമില്ലാത്ത കുത്തുകളും വരകളും. നമ്മുടെ ജീവിതം പലപ്പോഴും ബന്ധപ്പെടാത്ത വരകളും കൊത്തുകളുമാണ്. നോ കണ്ടിന്യൂവിറ്റി, തുടർച്ചയില്ലാത്ത വരകളാണ്, കൊത്തുകളാണ്. ആ തുടർച്ച നമുക്ക് എങ്ങനെ കിട്ടുകയുള്ളൂ? ലേൺ ടു ലിവ് എവ്രി സിംഗിൾ ഡേ. ഓരോ ദിവസവും ഇന്ന് എന്ന് പറയും തോറും, നാൾ തോറും, ആസ് ഇറ്റ് ഈസ് ടോൾഡ് ടുഡേ, ലിവിങ് എവ്രി ഡേ. ഇന്ന് എന്ന് പറയുമ്പോൾ പോലെ എല്ലാ ദിവസവും അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്, തുടർച്ചയുണ്ട്, രൂപമുണ്ട്, അതിന് കാഴ്ചയുണ്ട്, ഭംഗിയുണ്ട്, മനോഹാരിത്വമുണ്ട്. ആ ജീവിതമാണ് ദൈവവചനം കൊണ്ട് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പലപ്പോഴും ആ ജീവിതത്തെ നാം ചില ദിവസങ്ങളായിട്ടും കൂട്ടായ്മകളായിട്ടും ആരാധനാ യോഗങ്ങളായിട്ടും ചില സാക്ഷ്യങ്ങളായിട്ടും നാം അതിനെ ഏകോപിക്കാൻ ശ്രമിക്കുന്നു.
അങ്ങനെ ഏകോപിക്കപ്പെടത്തില്ല. എവ്രി സൺഡേ വിൽ നോട്ട് ഗിവ് കണ്ടിന്യൂറ്റി ടു യുവർ ലൈഫ്. നോട്ട് എ ബൈബിൾ സ്റ്റഡി വൺസ് ഇൻ എ വൈൽ. ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചേർത്ത് നമ്മുടെ ജീവിതത്തിന് രൂപം കിട്ടുകയില്ല. അതിന് ഹോൾസംനെസ്, പൂർണ്ണത കിട്ടത്തില്ല. ഇറ്റ് കംസ് ടു സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പ്. ഓരോരോ കാൽച്ചുവടുകളുണ്ട് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഇറ്റ് കംസ് ടു കണ്ടിന്യൂറ്റി ഓഫ് ടൈം, ഫെയ്ത്ത്, ഒബീഡിയൻസ്, ഹോപ്പ്. സമയങ്ങളിൽ കൂടി പോകുന്ന തുടർച്ചയുള്ള വിശ്വാസം, അനുസരണ, കാൽച്ചുവടുകൾ വഴി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിന് അടുക്ക് നൽകേണ്ടതിനായി ജീവിതത്തിൽ പല സംഭവങ്ങൾ അനുവദിക്കുന്നു. നമ്മൾ സ്വതസിദ്ധമായി പറഞ്ഞാൽ നമ്മളൊക്കെ ഉഴപ്പന്മാരാണ്. നമുക്ക് നമ്മുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. നാം ആ സമയത്തെ എങ്ങനെ നമുക്ക് ഇൻപകരമായി തീർക്കാമെന്നുള്ള നിലയിൽ ആ സമയത്തെ നമ്മുടെ ഇഷ്ടം പോലെ ചെലവഴിക്കുന്ന മനോഭാവമുള്ളവരാണ്. നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല. നമുക്കെല്ലാം ദാനമാണെന്ന് നമുക്കറിയാം. പക്ഷെ ജീവിതം വരുന്നിടത്ത് വി ആർ പ്രോഡിഗൽസ് വിത്ത് ഗിഫ്റ്റ്സ്. കിട്ടിയ ദാനങ്ങളെ മുടിയൻ പത്രം ചെയ്ത പോലെ ധൂർത്തടിക്കുന്നവരാണ് നാം. സോ അതിൻ്റെ നടുവിൽ ദൈവത്തിന്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന് ചിട്ട നൽകണം, രൂപം നൽകണം, നമ്മുടെ ജീവിതത്തിന് അടുക്ക് നൽകണം. നമ്മെ വിളിച്ച കർത്താവിന് അങ്ങ് കൊണ്ടുപോകണം. ഓർക്കണം, നാം നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന, നമ്മെ സംബന്ധിച്ച് വിചാരിക്കുന്ന ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഓഫ് മൈസെൽഫ്, എനിക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വം എന്ന് കരുതുന്നതിൽ കൂടുതൽ ഗോഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. ദൈവം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വമാണ്. സോ ഇവിടെ എപ്പോഴും ഒരു സംഘർഷം വരാറുണ്ട്. which I think that is that which I want. എനിക്ക് വേണം, എൻ്റെ താല്പര്യങ്ങൾ, ഇതെനിക്ക് പ്രയോജനമാണ്. ഐ നോ what is better for me. എനിക്ക് ഉത്തമമായിരിക്കുന്ന ഇതാണെന്ന് നമുക്ക് ഒരുപാട് നിശ്ചയങ്ങളുണ്ട്. ഗോഡ് ഹു ഈസ് വൈസർ, ജ്ഞാനിയായ ദൈവം, നമ്മെക്കുറിച്ച് നിത്യപദ്ധതികളുള്ള ദൈവം. ദൈവം എന്താ ചെയ്യുന്നത്? പലപ്പോഴും നമ്മുടെ വഴികളെയും നമ്മുടെ ദിശകളെയും ഗോഡ് ഡിസ്മാൻഡിൽസ്. ദൈവം അത് പലപ്പോഴും ശിഥിലമാക്കുന്നു. നാം പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നു. വാട്ട്സ് ഹാപ്പനിങ്? വൈ ഗോഡ് ഈസ് ഡൂയിങ് ദിസ് ടു മീ? ദൈവം എന്തുകൊണ്ടാണ് ഇതെനിക്ക് ചെയ്യുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. നാം മറ്റു പലരോട് ചോദിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഉത്തരം അവർക്കും തരുവാൻ കഴിയുന്നില്ല. നമ്മുടെ ചോദ്യം എപ്പോഴും ദൈവത്തോടാണ്. വൈ ഗോഡ്, വൈ ഗോഡ്? One of the things essential in life is to have a listening ear. അതിപ്രധാനമാണ് ശ്രദ്ധിക്കുന്ന ഒരു ചെവി എന്നുള്ളത്. നാം ദൈവത്തെ ശ്രദ്ധിക്കണം, ജീവിതത്തെ ശ്രദ്ധിക്കണം, ജീവിതത്തിന് മുമ്പിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം, വിജയങ്ങളെ ശ്രദ്ധിക്കണം, പരാജയങ്ങളെ ശ്രദ്ധിക്കണം, അനിശ്ചിതങ്ങളെ ശ്രദ്ധിക്കണം. ലിസൺ, എല്ലാം നാം ശ്രദ്ധിക്കണം. ബിക്കോസ് God has so much to say through everything. സകലത്തിൽ കൂടി ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുവാനായിട്ടുണ്ട്. നമുക്ക് ദൈനംദിന ഒരു ജീവിതമുണ്ടെന്ന് മാത്രമല്ല, മേക്ക് എവറി ഡേ എ ലേണിംഗ്. എല്ലാ ദിവസവും ഒരു പഠനമായി തീരണം. പക്ഷെ നമ്മുടെ പഠനത്തിന് ദിശ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കാര്യങ്ങളെ ചേർത്ത് കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, പലർക്കും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ചേർത്ത് കാണാൻ കഴിയാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് കാണാൻ, രൂപീകരിച്ച് ഒരുമിച്ച് കാണാൻ, ദിശാബോധത്തോടെ കാണാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണ്? ഞാൻ നിങ്ങളോട് പറയാം. സിമ്പിൾ. ലക്ഷ്യബോധമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അനുപേക്ഷണീയമായിരിക്കുന്ന ഒരു കാര്യം ഉണ്ട്. അത് ശ്രദ്ധിക്കുക. ഉണ്ട്. നാം പ്രാർത്ഥന വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വാസം വേണമെന്ന് പറയുന്നു.
നമുക്ക് ദൈവവചനത്തെ അനുസരിക്കണം, ദൈവവചനത്തിൻ്റെ സത്യപ്രകാരം ജീവിക്കണം. നമുക്ക് ആത്മജീവിതത്തെ ചേർത്തുള്ള അനേക ചിന്തകളുണ്ട്. ഈ ചിന്തകളെല്ലാം ഏകോപിച്ച് നമുക്ക് അർത്ഥവത്തായിട്ട് അപ്പോഴാണ് തീരുന്നത്. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിലും അവിടുത്തെ വചനത്തിലും കൂടി പർപ്പസ്, ലക്ഷ്യം, ഉദ്ദേശങ്ങളുള്ളപ്പോൾ മാത്രമേ. അല്ലെങ്കിൽ ഈ വചനം നമുക്ക് മനസ്സിലാകുകയില്ല, ജീവിതം നമുക്ക് മനസ്സിലാകുകയില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കർത്താവ് നമ്മെ വിളിച്ചു, കർത്താവിൻ്റെ സ്വന്തമാക്കി നമ്മെ തീർത്തു, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി, തൻ്റെ വചനം നമുക്ക് നൽകി. നാം കൂട്ടായ്മയിലായിരിക്കും, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ഡയറക്ഷൻ നമുക്ക് തരുന്നത് നാൾ തോറും, നാളുകൾ കഴിയും തോറും ദൈവവചനത്തിലും ദൈവത്തിൻ്റെ വിളിയിലുമുള്ള ലക്ഷ്യത്തിൽ നമ്മുടെ ഹൃദയം ബന്ധിക്കപ്പെടുമ്പോഴാണ്. Where there is no purpose, there is no direction for our life and no understanding for what's happening. ആ ലക്ഷ്യം നമ്മളെ ഭരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ദിശാബോധമില്ല. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചേർത്ത് മനസ്സിലാക്കാനും കഴിയാതെ വരും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങൾ നാം ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം there is a direction, നമ്മെ നയിക്കുന്ന ഒരു ദിശയുണ്ട്. What God has in mind for us. ദൈവത്തിന് നമ്മെ സംബന്ധിച്ച് എന്താണ് തൻ്റെ ഹൃദയത്തിലുള്ളതെന്നുള്ളത്, ടച്ച് ഗോഡ്സ് ഹാർട്ട് ഇൻ ഹിസ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ നാം സ്പർശിക്കണം. there is a call there. നമുക്ക് വേണ്ടിയുള്ള ഒരു വിളി അതിനകത്തുണ്ട്. there is a challenge there. നമുക്കായിട്ടുള്ളൊരു ആഹ്വാനം അവിടെയുണ്ട്. and a direction there. നമ്മുടെ ജീവിതത്തിനായിട്ടുള്ളൊരു ദിശാബോധം അവിടെയുണ്ട്. and a purpose, ഒരു ലക്ഷ്യം അവിടെയുണ്ട്. I run to that calling, high calling in Christ. പൗലോസ് പറയുമ്പോൾ ആ ഉയർന്ന വിളിയിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. one thing I do, ഒന്ന് ഞാൻ ചെയ്യും. How do you get that one thing? ആ ഒന്നെങ്ങനെ കിട്ടുന്നു? when you connect your heart with the purpose. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ, ലക്ഷ്യം നിങ്ങളുടെ ഹൃദയം, ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ പിന്നെ ഒരു കാര്യമായിട്ട് തീരുന്നു. എന്താ അത്? വൺ തിങ്. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ചിതറിക്കിടക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാകാൻ കഴിയാത്ത കാര്യങ്ങൾ, അനിശ്ചിതങ്ങളായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഇത് ചേർത്ത് നിങ്ങളുടെ ജീവിതത്തെ അലൈൻ ചെയ്യുവാൻ, ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടുള്ളൊരു ദിശ നിങ്ങൾക്ക് കിട്ടും. യു ക്യാൻ, നിങ്ങൾക്കത് കഴിയും. ശ്രദ്ധിക്കുക, നിങ്ങൾക്കത് കഴിയും. എന്ത് സംഭവിച്ചാലും നിങ്ങൾ കഴിയും. ഇൻ എവ്രിതിങ്, when you listen to God, come to God's word, ദൈവത്തെ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിച്ചാൽ അതിലുള്ള ദിശാബോധങ്ങൾ നിങ്ങളുടെ ഹൃദയം ഘടിപ്പിക്കപ്പെടുമ്പോൾ എവ്രിതിങ് ഹാസ് മീനിങ് ഇൻ ലൈഫ്. സകല കാര്യത്തിനും ജീവിതത്തിൽ അർത്ഥമുണ്ട്. You have an amen when you walk through situations. ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ amen, amen നിങ്ങൾക്കത് പറയാനായിട്ട് കഴിയും. യെസ് ലോർഡ്, യെസ് ലോർഡ്, ഐ സീ ഇറ്റ്. ഞാനത് കാണും. ദിസ് ഈസ് സംതിങ് യു ആർ ഡൂയിങ് ഇറ്റ് ഓർ യു വാണ്ട് ടു ഡു ഇറ്റ് ഇൻ മീ. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം ഞാൻ കാണുന്നു. ഇങ്ങനെയാണ് നാം പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വി നോ. ഒരുപാട് പേര് ഈ വാക്യം കോട്ട് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ പേര്, സാധാരണ എല്ലാവരും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ചിലരെങ്കിലും പറയാറുണ്ട്, എനിക്കറിയാം അതെല്ലാം എൻ്റെ നന്മയ്ക്കാണ്. എൻ്റെ നന്മയ്ക്കാണ് എന്നറിഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾക്ക് ആ നന്മ മനസ്സിലാകത്തില്ല. നാം സാധാരണ പറയുമല്ലോ, അന്ധമായ വിശ്വാസം, ബ്ലൈൻഡ് ഫെയ്ത്ത്. അന്ധമായ വിശ്വാസമാണ്. ഈ ഒറ്റക്കാര്യം മാത്രമേ അറിയുന്നുള്ളെങ്കിൽ അതൊരു അന്ധവിശ്വാസമാണ്. എന്താണ്? എനിക്കറിയാം എല്ലാം എൻ്റെ നന്മയ്ക്കാണ്. യു കനോട്ട് ബി ന്യൂട്രൽ വിത്ത് ദ വർക്കിങ്സ് ആൻഡ് വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും സംബന്ധിച്ച് നിങ്ങൾക്ക് അകത്ത് നിഷ്പക്ഷമതിയോ നിസ്സംഗതയിലോ ആയിരിക്കുവാനായിട്ട് കഴിയില്ല. വി നോ, നാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമയം കൊണ്ട് നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് സൂചന കിട്ടി തുടങ്ങണം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ത്രൂ ദിസ്
തിങ് ദാറ്റ്സ് ഹാപ്പനിങ്. ഈ സംഭവിക്കുന്ന കാര്യം കൂടി പതുക്കെ ഒരു സൂചന കിട്ടണം. There is something God is trying to tell me. എന്നോട് പറയുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സൂചന കിട്ടണം. എങ്ങനെ ഇത് കിട്ടും? ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ കൂടിയും ദൈവത്തെ അറിയുന്നതിൽ കൂടിയും നിങ്ങൾക്ക് ജീവിതത്തിന് ദൈവിക ലക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈഫ് പർപ്പസ്, ജീവിതത്തിൻ്റെ ഉദ്ദേശം, അതിനെക്കുറിച്ചുള്ള സൂചന, വ്യക്തത നിങ്ങൾ കിട്ടിപ്പോകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ശിഥിലമായിരിക്കും, ഡയറക്ഷൻലെസ് ആയിരിക്കും, ദിശാബോധമില്ലാത്തതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് കിട്ടി വരുമ്പോൾ കടന്നു പോകുന്ന എല്ലാത്തിലും വ്യക്തത കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ നമ്മുടെ നോർമൽ ഡേയ്സിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ there are unusual days. സാധാരണയല്ലാത്ത ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സാധാരണ സംഭവങ്ങളുണ്ട്, പ്രതീക്ഷിക്കാവുന്ന സംഭവങ്ങളുണ്ട്, അപ്രതീക്ഷിതമായിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അൺഎക്സ്പെക്റ്റഡ്. ചിലപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് വായിക്കാൻ കഴിയാത്ത വളരെ സങ്കീർണമായിരിക്കുന്ന സംഭവങ്ങളും ജീവിതത്തിൽ വരാം, പെട്ടെന്ന് മനസ്സിലാകാത്തത്. ദാറ്റ് ഓൾസോ ഗോഡ് അലൗസ്. അതും ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയാമോ? സാധാരണ സംഭവങ്ങളിൽ കൂടിയും സാധാരണ ദിവസത്തിൽ കൂടിയും നിങ്ങൾക്ക് പഠിക്കാനും ഗ്രഹിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. There are extraordinary lessons you need, which is taught through extraordinary situations. നാം പഠിക്കേണ്ട അസാധാരണമായിരിക്കുന്ന പഠനങ്ങൾ ആവശ്യമുണ്ട് നമുക്ക്. അത് അസാധാരണ സംഭവങ്ങൾ കൂടി മാത്രമേ പഠിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിനുവേണ്ടി ദൈവം നമ്മെ, let us say, God will take us through certain phases of life. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ കൂടി നമ്മെ കടത്തിക്കൊണ്ടുപോകും. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർ വളരെ പേരും ട്രെയിനിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ദീർഘദൂരം യാത്ര ചെയ്യുന്ന പലർക്കും അറിയാം, ഈ ട്രെയിൻ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഇരുട്ടുണ്ടാവും. അതുവരെ വ്യക്തമായിരുന്നു, പെട്ടെന്ന് ഇരുട്ടുക. എന്താ സംഭവിച്ചത്? ട്രെയിൻ ഒരു ടണലിലേക്ക് കയറി. ട്രെയിൻ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ പർവ്വതങ്ങളുടെ അടിയിൽ കൂടിയുള്ള ടണൽ കൂടി യാത്രകളുണ്ട്. ഇടവും വലവും കാണത്തില്ല, ഇരുട്ട്. There are tunnels we go through in the journey of life. ജീവിതത്തിൻ്റെ യാത്രയിൽ നാം കടന്നു പോകുന്ന ടണലുകളുണ്ട്. That's a phase. അതൊരു ഘട്ടമാണ്. നമുക്ക് വീട്ടിലാർക്കോ വരാവുന്ന ഒരു രോഗമായിരിക്കാം, പെട്ടെന്നുണ്ടാകുന്ന ഒരു സാമ്പത്തിക നാശമോ ക്ലേശമോ ആയിരിക്കാം, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, ഉറപ്പിച്ച് നിശ്ചയിച്ചു വെച്ചിരുന്നില്ല കാര്യങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങൾ. ഇറ്റ് ഹാപ്പൻസ്. ഇതിൽ കൂടി കടന്നു പോകുന്ന സമയത്തും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുമായി ഹൃദയം ബന്ധിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു കാര്യം ഉറക്കണം. ലോർഡ്, ഐ നോ ദർ ഇസ് എ പർപ്പസ് ടു ദിസ്. ഒരിക്കലും ആകുലത്തിൽപ്പെട്ട് വൈ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട സ്ഥാനത്ത്, ലോർഡ് ടെൽ മീ വാട്ട്സ് യു ടെല്ലിങ്, വാട്ട് യു ട്രൈങ് ടു ടെൽ മീ. കർത്താവെ, എന്നോട് പറയുവാൻ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിസൺ ക്ലോസ്, ശ്രദ്ധിക്കുക. there is a purpose. ആ ഉദ്ദേശം എന്താണ്? അതിൽ കൂടി കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വളർച്ചയിലും രൂപീകരണത്തിലും നാം കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിലും പ്രധാനമായിട്ട് 3-4 കാര്യങ്ങളായിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രക്രിയയെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് നാം കടന്നു പോകുന്ന സ്പിരിച്വൽ പ്രോസസ് ഉണ്ട്, ആത്മീയ പ്രക്രിയകളുണ്ട്. അത് അങ്ങനെയുള്ളൊരു പ്രക്രിയയാണ് നാം ഇടയ്ക്ക് ഓരോ ഘട്ടത്തിലും വരുന്ന ഈ വിഷമസന്ധികളെന്ന് പറയാവുന്ന ക്രൈസിസ്.
ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ക്രിസ്തു ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള ടണലിൽ കൂടി നാം പഠിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം സാങ്ക്ടിഫിക്കേഷനാണ്, വിശുദ്ധീകരണമാണ്. നമുക്ക് മാനസാന്തരം ആവശ്യം ഉള്ള ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തെ പലയിടത്തും റെക്ലെസ് ആയിട്ട് കൊണ്ടുപോകുന്നു, ശ്രദ്ധയില്ലാതെ കൊണ്ടുപോകുന്നു. നാം സൂക്ഷ്മതയോടെ നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിനൊരു കാഷ്വൽ, ഒരു ശ്രദ്ധ കുറഞ്ഞൊരു നടപ്പ്. ഗോഡ് ഈസ് ട്രൈങ് ടു നമ്മുടെ ശ്രദ്ധയെ കുറച്ചുകൂടി നമ്മുടെ ഗൗരവത്തിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന സമയങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നാം ദൈവത്തിന് വിട്ടുകൊടുക്കാത്ത, കീഴ്പ്പെടുത്തി കൊടുക്കാത്ത നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങളാകും. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമ്മളെ ചില ടണലിൽ കൂടി കൊണ്ടുപോകും. ആ ടണലിൽ കൂടി കൊണ്ടുവന്ന, സ്തുരംഗങ്ങളിൽ കൂടി കൊണ്ടുവന്ന സമയത്ത് ശ്രദ്ധിക്കുന്നവർ, ദൈവിക ലക്ഷ്യം ജീവിതത്തിൽ കരുതുന്നവരെ സമയത്തോളം ദൈവത്തെ ശ്രദ്ധിക്കുന്നവർക്ക് പഠിക്കാൻ കഴിയുന്നൊരു കാര്യം ദ ലെസൺ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിൻ്റെ പാഠമാണ്. യെസ്, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഇതെന്തുകൊണ്ട് എന്നിൽ നടക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ ദൈവജനത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് വരികയാണെങ്കിൽ അതിന് ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരോട് ചേർന്ന് നിങ്ങൾ നടന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദിസ് ഈസ് എ വണ്ടർഫുൾ ലൈഫ്, എ മീനിങ്ഫുൾ ലൈഫ്, എ പർപ്പസ്ഫുൾ ലൈഫ്. അർത്ഥവത്തായിരിക്കുന്ന, ലക്ഷ്യമുള്ള, അതിമനോഹരമായിരിക്കുന്ന ഒരു ജീവിതമാണ് ത്രൂ എവ്രിതിങ്. ഈ വിശുദ്ധീകരണം കൂടാതെ മറ്റൊരു പഠനമാണ് നമ്മുടെ രൂപീകരണം. നമ്മളെല്ലാവരും വളരെ വികലമായിട്ട് രൂപീകരണം പ്രാപിച്ചവരാണ്. നമ്മൾ ഈ പല മരങ്ങൾ നിൽക്കുന്നതിനടുക്ക് വളർന്നു വരുന്നൊരു മരത്തെ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ തടി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. കാരണം എന്താണ്? മരം 3 അടി മേളോട്ട് വളരും, അതിനുശേഷം പിന്നെ 3 അടി ഇടത്തോട്ട് ചരിയും, അതിനൊരു വളവുണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ മുട്ട് കാണും, പിന്നെ മേളോട്ട് പോയി പലതായിട്ട് തിരിയും. ഇതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ രൂപീകരണം ശരിയല്ല. അതിൻ്റെ സാഹചര്യങ്ങൾ, ചുറ്റുമുണ്ടായിരുന്ന വൃക്ഷങ്ങളും ചുറ്റുമുണ്ടായിരുന്ന ആ ഇലകളുടെ നടുക്ക് സൂര്യപ്രകാശത്തിന് വേണ്ടി തിരിഞ്ഞതാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ, നമ്മുടെ ജനനം തൊട്ട് നാം വന്നിരിക്കുന്നത് നേരെ വളർന്നവരല്ല, നേരെ ചിന്തിച്ചവരല്ല. നാം കേട്ടതും പഠിച്ചതും എല്ലാം തെറ്റാണ്. നമ്മുടെ സ്വാധീനങ്ങൾ തെറ്റാണ്. നല്ലതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവികമല്ല. നാം നല്ലതെന്ന് കരുതി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും മാനുഷികമായിട്ട് നല്ലതായിരിക്കാം, അതിൽ ദൈവികമെന്ന് പറയാൻ കഴിയില്ല. വി ആർ ഓൾ ഫോംഡ്. നമ്മളെല്ലാം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അബ്നോർമലായിട്ടാണ്, വികലമായിട്ടാണ്. നമുക്ക് എന്ത് വേണം? രൂപീകരണം വേണം. പല ടണലിൽ കൂടി നമ്മൾ കടന്നു പോകുന്നതിൻ്റെ ആവശ്യം. ഇങ്ങനെ 3 അടി, ഇങ്ങനെ 3 അടി, ഇതൊന്ന് ഉടച്ച് നേരെയാക്കണം. ബ്രേക്കിംഗ്. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. പല സർജറികളും, ചില ഓർത്തോപെഡിക് സർജറികൾ നടക്കുന്നത് തെറ്റായി ചേർന്ന അസ്ഥി ബ്രേക്ക് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഒടിഞ്ഞതെല്ലാം നേരെയാക്കുക ഓർത്തോപെഡിഷ്യൻ ചെയ്യുന്നത് അല്ല. നേരെ അല്ലാതെ ചേർന്നിരിക്കുന്ന ചിലപ്പം ഓടിക്കേണ്ടി വരും. ഗോഡ് ബ്രേക്സ് ബിഫോർ ഹി ഫോംസ്. ദൈവം രൂപീകരിക്കുന്നതിന് മുമ്പായി ദൈവം ഓടിക്കുന്നു. ഓൾദോ ദാറ്റ്സ് എ പെയിൻഫുൾ പ്രോസസ്. അത് വേദനയുള്ളൊരു പ്രക്രിയയാണെങ്കിലും ഇറ്റ് ഗീവ്സ് എസ് ഷേപ്പ്, ഗോഡ്ലി ഷേപ്പ്. ദൈവികമായിരിക്കുന്ന രൂപീകരണം നമുക്ക് നൽകുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ലോർഡ്, താങ്ക് യു ഫോർ ദിസ് പെയിൻ, ദാറ്റ് വാസ് എസെൻഷ്യൽ ഫോർ മീ. ഈ വേദനയ്ക്കായി സ്തോത്രം കർത്താവേ, എനിക്കത് ആവശ്യമായിരുന്നു. We are malformed, we need to be formed right. നമ്മെല്ലാം തെറ്റായ രൂപീകരണം പ്രാപിച്ചവരാണ്. നമുക്ക് നേരെ ഉള്ള രൂപീകരണത്തിൻ്റെ ആവശ്യമുണ്ട്.
So God takes us through phases of life. 139 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? 139 സങ്കീർത്തനം 5-ാം വാക്യം. നീ മുമ്പും പിൻപും എന്നെ അടച്ച്. നീ മുൻപും പിൻപും. You have enclosed me. മുമ്പോട്ടും കാണാൻ വയ്യ, പുറകോട്ടും കാണാൻ വയ്യ. മുമ്പോട്ടും പോകാൻ വയ്യ, പുറകോട്ടും പോകാൻ വയ്യ. നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. മതി. ഇങ്ങനെയുള്ള സന്ദർഭം കൂടി പോകും. അതാണ് ഞാൻ ടണലെന്ന് പറഞ്ഞത്. പലപ്പോഴും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയില്ല. ദൈവത്തെങ്കിലേക്ക് മാത്രം തിരിഞ്ഞ്, ലോർഡ് ഐ സറണ്ടർ. ഞാൻ ഈ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിക്കാരനാണ്. എനിക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്കായിട്ടത് മാറ്റാനും കഴിയുന്നില്ല. പലരും എന്നോട് പരാതി പറയാറുണ്ട്, ഇത് നല്ലതല്ല, ഇതൊന്ന് മാറ്റണമെന്ന് പറയാറുണ്ട്. ബട്ട് അത് മാറുന്നില്ല. ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ ബോധവാനല്ല, പക്ഷെ എൻ്റെ കൂടെയുള്ളവർക്ക് വേദനയുണ്ടാകും. എൻ്റെ എല്ലാ നിർബന്ധങ്ങൾ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെയുള്ള ആർക്കും അതിനെക്കുറിച്ച് ബോധ്യമില്ല. ഇറ്റ് ഡസൻറ്റ് ബ്ലസ് ദം. അവരെ അത് അനുഗ്രഹിക്കുന്നില്ല. ഐ ആം നോട്ട് എക്സ്പ്രസിങ് യുവർ നേച്ചർ. അവിടുത്തെ പ്രകൃതം എനിക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് ഐ എം മാൽഫോംഡ്. നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചേർന്നിരിക്കുന്നവരാണ്. മുമ്പും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. താങ്ക് ഗോഡ്. ഓൾദോ ഇറ്റ് ഈസ് ഹെവി ആൻഡ് ഡിഫിക്കൾട്ട്, താങ്ക് ഗോഡ്. ഇത് ഭാരമുള്ളതും ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും കർത്താവേ, ഞാൻ എന്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര നാളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? എന്താ പ്രാർത്ഥിക്കുന്നത്? ലോർഡ് ചേഞ്ച് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. ലോർഡ് ചേഞ്ച് മൈ നേച്ചർ. എൻ്റെ പ്രകൃതത്തെ മാറ്റണമേ. ലോർഡ് മേക്ക് മീ എ ബ്ലെസ്സഡ് വെസൽ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമാക്കി എന്നെ തീർക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവിടുത്തെ രൂപം എന്നിൽ പതിപ്പിക്കണമേ. ലെറ്റ് മീ റേഡിയേറ്റ് യുവർ ഗ്ലോറി. അവിടുത്തെ മഹത്വത്തെ ഞാൻ പ്രദർശിപ്പിക്കട്ടെ. ദിസ് ഈസ് മൈ പ്രേയർ. യു വാണ്ട് ഗോഡ് ടു ഹിയർ യുവർ പ്രേയർ? യു വാണ്ട് ഗോഡ് ടു ഹിയർ യുവർ പ്രേയർ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കണോ? നാം എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഈ ചേഞ്ച് എങ്ങനെയാ വരുന്നത്? രോഗശാന്തി എങ്ങനെ കിട്ടും? പല വിടുതലുകളും അങ്ങനെ കിട്ടും. പല പരിഹാരങ്ങളും അങ്ങനെ കിട്ടും. രൂപാന്തരം അങ്ങനെ കിട്ടുന്നതല്ല. God has to work. Break here. നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ബലമുള്ളവരാണ് നാം. We are strong than what we think. എപ്പോഴാണ് ബലം അറിയുന്നതെന്നറിയാമോ? ഭർത്താവ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എന്നെ ഭാരിക ഒന്ന് അംഗീകരിക്കാൻ. തിരിച്ചും ശരിയാണ് കേട്ടോ. പല ഭാര്യമാർക്കും ഭർത്താക്കന്മാരോട് ഒരു കാര്യം ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ പാടാം. എന്നാ തിരിച്ചു വരുന്നതെന്നറിയത്തില്ല. പക്ഷെ ഭർത്താവ് വലിയ സത്യാരാധനക്കാരനാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആളാണ്. പക്ഷെങ്കിൽ എന്താ തിരിച്ചു വരുന്നതെന്നറിയില്ല. ഇതെല്ലാം പലപ്പോഴും ഇത് പ്രകൃതമാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഈ നിർബന്ധ ബുദ്ധി ഒന്ന് മാറ്റിത്തരണേ കർത്താവേ. ഇങ്ങനെ ദേഷ്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലോർഡ് ചേഞ്ച്. ഈ സ്വഭാവം എനിക്ക് മാറ്റി. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക എൻ്റെ ദേഷ്യം ഒന്ന് മാറിക്കിട്ടെ. എന്നിട്ട് മാറുന്നുണ്ടോ? ഗോഡ് ഈസ് എ വേ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന പലപ്പോഴും മുൻപും അടച്ച് കൈവച്ചിട്ട് കഴിയുന്നുള്ളതാണ്. യു കനോട്ട് ബട്ട്. വേറെ മാർഗമില്ല. യെസ്, ഇതുപോലെയാണ് നമ്മുടെ കോൺഫിഡൻസ്. പല കാര്യങ്ങളും ചിലർക്ക് വലിയ കോൺഫിഡൻസ് ആണ്. ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, ഓക്കെ, നമ്മൾ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ ഉള്ളി പറയാനറിയണം. പലരും വലിയ മിടുക്കന്മാരാണ്, സമർത്ഥരാണ്. പറയാനറിയണം, പറയേണ്ട പോലെ പറയണം. ഞാനങ്ങോട്ട് പറഞ്ഞപ്പം, ഞാനങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പം അവർക്കൊന്നും മിണ്ടായില്ല. ഈ ഞാൻ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ്, എത്ര ശക്തിയും എത്ര ആത്മവിശ്വാസവും, സെൽഫ് സഫിഷ്യൻറ്റ്. എനിക്കറിയാം, ഒക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞോളാം. ചില പറയത്തില്ലേ, ഞാൻ ചെയ്തോളാം, എനിക്ക് ഉപദേശമൊന്നും വേണ്ട. പിന്നെ ചിലർ പറയത്തില്ലേ,
എനിക്ക് ഇത്രയും പേരുടെ സഹായമൊന്നും ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം, നിങ്ങൾ ശല്യം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഐ ക്യാൻ ഡു ഇറ്റ്. എന്തെല്ലാം മൗഢ്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്നു ഞാൻ എഴിയും, ഞാനൊരു അല്ല, അങ്ങനെ അല്ല. യെസ്, ഗോഡ് ടേക്സ് us through tunnels of life. ജീവിതത്തിലുള്ള തുരങ്കങ്ങൾ കൂടി ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു. ഇരുട്ട്, വ്യക്തതയില്ലായ്മ. when you are a person of purpose, ലക്ഷ്യങ്ങളുള്ളൊരു മനുഷ്യനാണെങ്കിൽ അതിൽ കൂടിയെല്ലാം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുറത്തിട്ടാണെങ്കിലും അകത്ത് പ്രകാശം വരാനായിട്ട് തുടങ്ങും. there's light within. അകത്ത് പ്രകാശം വരുവാനിടയായിത്തീരും. and you go forward, നിങ്ങൾ മുമ്പോട്ട് പോകും. അതുപോലുള്ളൊരു കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം. there's sanctification, there is formation, there is transformation. ആ രൂപീകരണത്തിൽ കൂടി മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവൂ, രൂപാന്തരം. ദിവ്യ സ്വഭാവത്തിന് നാം പങ്കുകാരായിത്തീരുന്ന ജീവിതത്തിലെ നടപ്പ്, ഇതിൽ കൂടിയൊക്കെ മാത്രമേ നമ്മുടെ ജീവിതം ഫലകരമാവുള്ളൂ. ഫ്രൂട്ട്ഫുൾനെസ്. നിങ്ങൾ പലരും പ്രാർത്ഥിച്ചില്ലേ, കർത്താവ് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് മനേർക്കൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവേ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ആത്മാവിന് നിറവ് എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതം അനേർക്കൊരു ബ്ലെസ്സിങ് ആക്കി തീർക്കണമേ. നമ്മൾ എത്ര നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരാണ്. But there is a way to fruitfulness. ആ ഫലകരമായിരിക്കുന്ന ആത്യന്തികതയിലേക്ക്, where our life is fruitful, നമ്മുടെ ജീവിതം ഫലകരമായിത്തീരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഫലകരമാക്കുവാൻ നാം ഒരു ഉപാധിയായിത്തീരുന്നു. We become an instrument in the hands of God to make the life of many fruitful. മറ്റനേകരുടെ ജീവിതത്തെ ഫലകരമാക്കുക. ലോകത്തിലെ ജീവിതം കൂടി വരുമ്പോൾ ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് എവിടെ എത്തി അവസാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പലരും തുടങ്ങുന്നത് എന്താണ്? കുറഞ്ഞ വർഷം എനിക്കൊരു ജനറൽ മാനേജറായിട്ട് തീരണം, കുറഞ്ഞ വർഷം എനിക്ക് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആകണം, കുറഞ്ഞ വർഷം എൻ്റെ പഠനത്തിൽ എനിക്കൊരു സിവിൽ സർവീസിലെത്തണം. കുഞ്ഞേ, ഒന്നാമത് നമ്മൾ വിചാരിക്കുന്നിടത്തെല്ലാം എത്തത്തില്ല എന്നുള്ള ഒന്ന്. രണ്ട്, എത്തിയാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊന്നും വലിയ കാര്യമില്ല. പലരും പറയുന്നുണ്ടായിരിക്കും അത് ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ അതല്ല. ഇതൊക്കെ എത്തിവരുമായിട്ട് നിങ്ങൾ അടുത്ത് വരുമ്പോൾ നമുക്കറിയാം. പോയി ജീവിതത്തിൽ മുമ്പോട്ട് കുറേ കാലം ആളുകൾ സ്വപ്നങ്ങളെക്കുറിച്ച് പറയും, അഭിലാഷങ്ങളെക്കുറിച്ച് പറയും. 50 വയസ്സ് 55 വയസ്സൊക്കെ കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ പുറകോട്ട് നോക്കി പറയും. അന്ന് പണ്ട് പുറകോട്ട് നോക്കി കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള അനേകരുടെ ഇരിപ്പുണ്ട്. മുമ്പോട്ട് നോക്കി ഏതാണ്ട് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ളവരുണ്ട് പുറകോട്ട് നോക്കി. ഹല്ലേലൂയ. വൺ തിങ് ഐ ഡു, ഞാൻ ഒന്ന് ചെയ്യുന്നു, മുൻപിലുള്ള പരമയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഇതിനിടയിലുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതായിട്ട് എടുക്കുക. ഇതിനിടയിൽ ദൈവം അനുവദിക്കുന്ന ഓരോ ഘട്ടങ്ങൾ, ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ എന്തായിരുന്നാലും ലേൺ ടു ഈൽഡ്. നാഥ, ഞാൻ വിധേയപ്പെടും. അവിടുത്തെ ജ്ഞാനം, നാം കടന്നു പോകുന്ന ഇരുട്ടിൻ്റെ ടണലിൻ്റെ അനുഭവത്തിലെല്ലാം നാം നമ്മുടെ ഹൃദയം കൊണ്ട് കൺഫസ് ചെയ്യണം. ലോർഡ്, ഐ ട്രസ്റ്റ് യുവർ വിസ്ഡം. അവിടുത്തെ ജ്ഞാനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഐ നോ യുവർ വോയിസ്, ഐ ട്രസ്റ്റ് യുവർ വിസ്ഡം. അവിടുത്തെ ജ്ഞാനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഐ ട്രസ്റ്റ് യുവർ പ്ലാൻസ്. അവിടത്തേക്ക് എനിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഞാൻ ആശ്രയിക്കുന്നു. ഐ നോ യു ഹാവ് ഗുഡ് പ്ലാൻസ് ഫോർ മീ. ഉത്തമ പദ്ധതികൾ എനിക്ക് വേണ്ടി ഉണ്ടെന്നറിയുന്നു. ആൻഡ് ഐ നോ യു ആർ എ ഗുഡ് ഗോഡ്. ഐ ട്രസ്റ്റ് ഇൻ യുവർ ഗുഡ്നെസ്. അവിടുത്തെ നന്മയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടെ നല്ല ദൈവമാണെന്ന് ഞാൻ അറിയുന്നു. ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ യുവർ സോവറിനിറ്റി. അവിടുത്തെ പരമാധികാരത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. യു ക്യാൻ ചേഞ്ച് ലോസ്, യു ക്യാൻ ചേഞ്ച് സിറ്റുവേഷൻസ്, യു ക്യാൻ ചേഞ്ച് പീപ്പിൾ, യു ക്യാൻ ചേഞ്ച് എവറിത്തിങ് ബിക്കോസ് യു ആർ ഗോഡ്. അവിടുത്തെ ദൈവമാണ്, പരമാധികാരിയാണ്. ഐ ട്രസ്റ്റ് ഇൻ യുവർ സോവറിനിറ്റി ആൻഡ് ഐ ഈൽഡ്. ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. അവിടുത്തെ വഴികൾക്കും ജ്ഞാനത്തിനും ഹിതത്തിനും വിധേയപ്പെടും. ആമേൻ. ഫലം എന്താണ്? പഴയ മുഖമല്ല, പഴയ നിറമല്ല. നമ്മെ അടുത്തറിയുന്നവർ സത്യമായും അവർ മനസ്സിലാക്കുന്നു,
ഇറ്റ്സ് നോട്ട് ദി അതർ പേഴ്സൺ. മുമ്പ് ഞാൻ പരിചയപ്പെട്ട ആളല്ല ഇത്. ഇത് മറ്റൊരാളാണ്. നമ്മളിൽ വരുന്ന മാറ്റം, ദൈവിക മാറ്റങ്ങൾ മറ്റുള്ളവർക്കും ശ്രദ്ധിക്കുവാനായിട്ടിടയായിത്തീരും. ദിസ് ഈസ് എ വേ. നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.